ഇന്നത്തെ സംഗീതികയിൽ നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത് പ്രശസ്ത ഗായിക ശ്രീമതി സരിത റഹ്മാനാണ്. സരിത, നമസ്കാരം. നമസ്കാരം. എവിടെയാണ് സ്വന്തം സ്ഥലം? ഞാൻ തിരൂരാണ് താമസം. ഉപ്പയുടെ നാട്, ഉപ്പ ചാവക്കാട് റഹ്മാൻ ഗായകനായിരുന്നു. ഉമ്മ ആബിദ റഹ്മാൻ ഗായികയാണ്. അപ്പോ ഉപ്പയുടെ നാട് ചാവക്കാടാണ്, അതാണ് ചാവക്കാട് റഹ്മാൻ പറയുന്നത്. പക്ഷെ ഉപ്പ ജീവിച്ചത് മുഴുവനും തിരൂരായിരുന്നു. ഇപ്പോ പുള്ളി ഇല്ല. അപ്പം സംഗീത കുടുംബമാണെന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ ഇത് സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോ പാട്ട് ഇതുമായിട്ടുള്ള മറ്റേതിൽ ജോലിയുണ്ടോ അതോ? ഞാനൊരു പ്രൈവറ്റ് സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് അധ്യാപികയാണ്. അത് ശരി. എവിടെ? തിരൂർ തന്നെ? തിരൂർ തന്നെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സംഗീതം ഇതെങ്ങനെ ചെലവഴിക്കുന്നു ഈ പാട്ട് ഗാനരംഗമൊക്കെ? അത് ഞാനിപ്പോ ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദ് ദിനേശ് ദേവദാസ്ജിയുടെ അടുത്ത്. ഇതിനു മുമ്പ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലാണ് BA കഴിഞ്ഞത്. ഇപ്പോ ഗസൽസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൾഡ് ഫിലിം, ഹിന്ദി ഫിലിം സോങ്സും. എനിക്ക് ലതാജിയുടെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. ലതാമങ്കേഷ്കറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമല്ലേ? പിന്നെ മാരീഡ് ആണോ? മാരീഡ് ആണ്. ഭർത്താവ് നൗഷാദ്. പുള്ളിയാണ് ഉപ്പ എന്തായിരുന്നു ആ സ്ഥാനത്ത് ഇപ്പൊ ഉള്ളത് ഭർത്താവാണ്. വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ള കാസറ്റ്സും CDസും ഒക്കെ എത്തിച്ചിരുന്നൊക്കെ പുള്ളിയാണ്. അതെ അതെ. ഒരു മോനുണ്ട്. മോന് 4 വയസ്സായി. ശരിക്കും മോനും എന്നെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രോഗ്രാമിനൊക്കെ പോവാണെന്ന് പറഞ്ഞാൽ ഒരു വാശിയില്ല അവന്. പബ്ബാടിക്ക് പോവാണോ? ഉമ്മ പോയിട്ട് വരുമോ പറയും. എല്ലാം കൊണ്ട് ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഹിന്ദി പാട്ടുകളാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഹിന്ദി പാട്ട് തന്നെ പാടിയാലോ? പിന്നെ ആവാലോ. ഏതാണ്? ലതാജിയുടെ പാട്ടുകൾ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ലതാജിയുടെ ഏത് പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്? മൻ മൗജി എന്ന് പറഞ്ഞ ഫിലിമില് മദൻ മോഹൻജിയുടെ മ്യൂസിക് ഡയറക്ഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ മെലോഡിയസ് സോങ്സ് ആണല്ലോ. മേ തോ തും സംഗ് എന്ന് പറയുന്ന. തുടങ്ങാം. മേ തോ തും സംഗ് हार गई सजना, हार गई सजना, मैं तो तुम संग नैन मिला के हार गई सजना, हार गई सजना. छूटे से प्रीत लगाई, क्यों छूटे से प्रीत लगाई, क्यों छलियों को मीत बनाया, क्यों आधी में दीप जलाया. मैं तो तुम हार गई सजना, हार गई सजना. सपने नींद खुली तो
അയ്യോ കൊള്ളാം, ഇതെന്ത് ചോദ്യമാണ് അത്, കൊള്ളാവുന്ന. ഇതിനപ്പുറം അത് പറ്റില്ല. അയ്യോ അങ്ങനെയൊന്നുമില്ല. ലതാ മങ്കേഷ്കറിന്റെ പാട്ട് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതെ അതെ തീർച്ചയായിട്ടും. ലതാജിയുടെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പാട്ടുകാരെ സംബന്ധിച്ച് അതുപോലെ പാടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യം. വളരെ ശ്രമം മാത്രമാണ് ലതാജിയുടെ പാട്ടുകൾ. അത് പാടുക എന്ന് പറയുന്നത് ചുമ്മാതൊരാളുടെ പറ്റുന്ന കാര്യമല്ല. പാട്ടുകാരെ സംബന്ധിച്ച് ബേസിക്കലി അവർക്ക് ടാലന്റ് ഉണ്ടാവണം. ഇതിപ്പം നമ്മള് ആളിനെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ ലതാജി പാടുന്നതല്ലേ തോന്നി. സത്യം പറഞ്ഞാൽ ഗംഭീരമായിട്ട് പാടും, ഇസ്രായി പാടും. ഗാനമേളക്കൊക്കെ പോവാ? ഇല്ല, ഗാനമേള മുമ്പ് ചെയ്തിരുന്നു ഞാന്. പക്ഷെ ഇപ്പം ഫുള്ളി ഗസൽസ് പിന്നെ ഇത്തരം പാട്ടുകൾ മാത്രമേ പാടുന്നുള്ളൂ. അത് ശരി. എനിക്കിഷ്ടം ഇതാണ്. അപ്പം ആ ഒരു റൂട്ടിൽ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്രയും ടാലൻസ് വെച്ചിട്ട് ഗാനമേളയ്ക്ക് വല്ലപ്പോഴും പോകാത്ത എന്തുകൊണ്ടാ? എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു എനിക്കത് ചേരില്ല തോന്നുന്നു എനിക്ക്. അതെന്താണ് ഇപ്പോഴത്തെ പാട്ടുകൾ? അതിനോട് എനിക്കും അതേ അഭിപ്രായമാണോ? കാരണം പുതിയ ഹിന്ദി സിനിമകളുടെ പാട്ട് കേട്ടാൽ വളരെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരിക്കലും നമുക്ക് അന്നത്തെ പാട്ടുകളോട് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. ഹിന്ദി ആണെങ്കിൽ തമിഴാണെങ്കിലും ശരി. അപ്പൊ അതിലൊക്കെ എത്രയോ നല്ല മലയാളം പാട്ടുകൾ. ഇപ്പോഴും മലയാളം പാട്ടുകൾ നല്ലതാണ്. മുൻപ് ഹിന്ദിയും തമിഴും ഒക്കെ നമ്മുടെ പാട്ടുകളെക്കാൾ ഗംഭീരമായിരുന്നു. അതങ്ങ് പോയി. ഇപ്പൊ പോലും ഡെപ്പാമ്പത്ത് മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ ഹിന്ദിയിലെ പാട്ടുകൾ അതേ ട്യൂണിൽ തന്നെയാണോ മലയാളം പാട്ടുകൾ? അതുപോലെ ചെയ്തിരുന്നു, കോപ്പി ചെയ്തിരുന്നു. അതെ, രാഗത്തിലും കാര്യങ്ങളൊക്കെ ഒരുപാട്. പക്ഷെ ഇന്നതൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും വളരെ കുറവാണ്. അപ്പോ ഒരു കാര്യം എന്താന്ന് വെച്ചാല് പിന്നെ ഇത് തന്നെ തെരഞ്ഞെടുക്കാൻ ഇത്തരം പാട്ടുകൾ കച്ചവട്ട ഇന്നും ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാ. എവിടെ പോയാലും ഈ പാട്ട്, ഇങ്ങനത്തെ പാട്ട് ഗസൽസ് ആണ് പാടുന്നത് അല്ലെങ്കിൽ ഹോൾഡ് ഹിന്ദി ഫിലിം സോങ്സ് ആണ് പാടുന്നത് പറഞ്ഞാൽ വളരെ ഒരു വല്ലാത്ത ആദരവൊക്കെ കിട്ടി കണ്ടിട്ടുണ്ട് ഞാൻ. ആ പാട്ടിന്റെ കമ്പോസ് ചെയ്തവരുടെയും പാടിയവരുടെയും അതൊക്കെ ഒരു അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ കുറച്ച് പഴയ ഗാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്, ബഹുമാനം കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് മുതൽ അങ്ങോട്ടുള്ള ഏരിയ, കാസർഗോഡ് വരെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ കോഴിക്കോട് അല്ലേ, കോഴിക്കോടിന് ഇപ്പറയുള്ള തിരൂര്. അങ്ങോട്ട് പോകുമ്പോ കോഴിക്കോട് ഇപ്പുറമാണ്. അങ്ങോട്ട് പോകുമ്പോ കോഴിക്കോടിന് ഇപ്പുറമാണ്. അതെ, അവിടെ മലയുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞാൽ തന്നെ ഒരു വളരെ വ്യത്യാസങ്ങളുണ്ട്. പഴയ പാട്ടുകൾക്ക് വളരെ അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നോർത്ത് കേരളം. അങ്ങനെയാണെങ്കിൽ അശോകേട്ടാ, ഞാനൊരു മലയാളം പാട്ട് പാടിയാലോ? ഓ, വളരെ നല്ല കാര്യമാണ്. ഞാനത് അങ്ങോട്ട് പറയണമെന്നിരിക്കുകയാണ്. ഇടയ്ക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ, അപ്പൊ വീണ്ടും ഹിന്ദിക്ക് നമുക്ക് താല്പര്യം കൂടും. അതെ അതെ. ഞാൻ പാടുന്നത് ബാബുക്ക എനിക്ക് ഇഷ്ടമാണ്. കാരണം ഉപ്പയുടെ ഒരുപാട് കാലം KPSC-ല് ഉപ്പ തബലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. തബലിസ്റ്റ് ആയിരുന്നു ആദ്യം. അവിടെ നിന്നാണ് ബാബുക്കയായിട്ട് പരിചയം ഉണ്ടാകുന്നത്. ഞാനൊന്നും കണ്ടിട്ടില്ല, ഉപ്പ പറഞ്ഞ അറിവുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉസ്താദ് ഉസ്താദ് എന്ന് ഉപ്പ പറയാം. അങ്ങനെ മദ്രാസില് പുള്ളിയുടെ ആ അവസാന സമയത്തൊക്കെ പിന്നെ അവിടെ ഉമ്മയും കൊണ്ട് ഉപ്പ അവിടെ പോയ സമയത്ത് ഉമ്മയുടെ പാട്ട് കേട്ടപ്പോ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഓ, എന്റെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള വൈഫ് നിനക്ക് ഉണ്ടായിട്ട് നീ എന്തേടെ ഒരു വാക്ക് എന്റെ അടുത്ത് പറയാഞ്ഞെന്ന് ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫിലിമിൽ എന്തായാലും ഇവളെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉപ്പയമ്മ ഇങ്ങോട്ട് മടങ്ങിയത്, നാട്ടിലേക്ക് മടങ്ങിയത്. ഞങ്ങളുടെയും കൂടെ നിർഭാഗ്യമായിരുന്നിരിക്കണം. കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിവരം കിട്ടിയത്. അതെ അതെ. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാബുക്കയുടെ പാട്ടുകൾ ആ ഒരു രീതിയിൽ ഉപ്പ സംഗീത സംവിധാനം ചെയ്യും. മാപ്പിള പാട്ടുകളും ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉപ്പയുടെ ശൈലി കേൾക്കുമ്പോ തന്നെ ഞങ്ങക്ക് തോന്നിയിട്ടുണ്ട് ഇത് ബാബുക്കയുടെ ഇതിനോട് അപ്പൊ അതേ ഉസ്താദിന്റെ പാട്ടുകൾ പോലെയല്ലേ ഞാൻ ചെയ്യണേന്ന് പറയും. അങ്ങനെ ഒരു അതുകൊണ്ട് ബാബുക്കയുടെ പാട്ടുകൾ ഒന്നും മോശമല്ല, ഓരോ പാട്ടും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതെ അതെ. സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. എല്ലാം മികച്ച പാട്ടുകളായിരുന്നു, നമുക്ക് മനസ്സിന് വല്ലാതെ ഫീൽ ചെയ്യുന്ന പാട്ടുകളായിരുന്നു ബാബുക്കയുടെ. പിന്നെ ജാനകി അമ്മയുടെ സ്വരം കൂടെ ആവുമ്പം പറയേണ്ട കാര്യമില്ല. അല്ല, ബാബുക്കയുടെ ഒരു പാട്ടും മോശമല്ലല്ലോ. ഏതാണ് ബാബുക്കയുടെ പാട്ട്? ജാനകിയമ്മയുടെ പാട്ട് ഏതാ പാടാൻ? ജാനകിയമ്മയുടെ ഇരുട്ടിന്റെ ആത്മാവിലെ കൊണ്ട് ഭാസ്കര മാഷും ബാബുക്കയും. ഒരു ചെറിയ ശ്രമമാണ്. അല്ല, ചെറുത് വലുതായി വരട്ടെ. ഓക്കെ, താങ്ക് യു. ഈരനുടുത്തും കൊണ്ടംബരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, കണ്ണീരിൽ മുങ്ങിയോരെ
കൂപ്പുന്നു. ഈറനുടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, പ്രതീക്ഷതൻ വാസന്തി പൂമാല വാങ്ങുവാൻ ആരാരുമണയില്ലല്ലോ. ഈറനുടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, വികാരത്തിൻ നാടകം കണ്ടു കണ്ടു മടുത്തു പോയോ. ഈറനുടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ, കണ്ണീരിൽ മുങ്ങിയോരൻ കൊച്ചുകിനാവുകൾ എന്തിനി ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ, എന്തിനി ദേവനെ കൈകൂപ്പുന്നു. സൂപ്പർ ആയിരിക്കുന്നു. കാരണം ഈ പാട്ട് ഞാൻ സിനിമ പിന്നീട് കണ്ടതാണ്. വളരെ അപൂർവമായിട്ട് പലരും അങ്ങനെ പാടാത്ത ജാനകിയമ്മയുടെ ഏറ്റവും നല്ല പാട്ടുകളൊന്നാണ്. നമ്മൾ അധികം ഈ പാട്ട് പാടി കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു പുതുമ ഇപ്പോഴും നിൽക്കുക. പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ഇപ്പം ലതാജിയുടെ പാട്ട് കേട്ടപ്പോൾ അതേ ശബ്ദമാണ്, അത് ലതാജി പാടുമെന്ന് തോന്നി. ജാനകിയമ്മയെ പാട്ട് പാടിയത് കേട്ടപ്പോൾ ഇത് ജാനകിയമ്മയാണെന്ന് തോന്നി. അതൊരു പ്രത്യേക ഒരു ഗിഫ്റ്റാണ് കേട്ടോ. വളരെ സന്തോഷം, അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നല്ല കാര്യമാണ് അത്. ഒരു നോട്ട് പോലും വിടാതെ ശ്രദ്ധ പാടി. അതെ, എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കണം. അതെ അതെ അതെ, അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാ. അങ്ങനെ അധികം പാടി പഴകാത്ത, നമ്മള് ചില പാട്ട് കേട്ട് 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 ഇത് നിർത്താറായില്ലെന്ന് ചിലപ്പോ തോന്നാറുണ്ട്. പക്ഷെ ഇതിനൊരിക്കലും ഈ പാട്ടുകൾ ഇങ്ങനെ പാടാൻ തോന്നില്ല. സംഗീത സംവിധാനത്തിന്റെ ഭംഗി പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഒരു സംശയമില്ല. ആൾക്കാരുടെ പാട്ടുകളെല്ലാം മെച്ചമാണല്ലോ. ഏതായാലും സെലക്ട് ചെയ്തതിന്റെ പ്രത്യേകത അഭിനന്ദനങ്ങൾ. അപ്പൊ അടുത്ത നമുക്ക് പിന്നെ ഹിന്ദിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്, ഫേമസ് ആയിട്ടുള്ള ഗാനമാണ്. കാരണം പാകിസ്ഥാനി ഗായികയായിട്ടുള്ള സൽമാഗയാണ് അതൊരു പ്രത്യേകതയായിരുന്നു. അവര് തന്നെയാണ് ആ ഫിലിമില് അഭിനയിച്ചിട്ടുള്ളത്. അതെ, വളരെ നല്ലൊരു സോങ് ആണ്. ദിൽ കെ അർമാൻ. दिल के अरमान आंसुओं में बह गए, दिल के अरमान आंसुओं में बह गए, दिल के अरमान बह गए, हम वफा करके भी तन्हा रह गए, दिल के अरमां आंसुओं में बह गए, हम वफा करके भी तन्हा रह गए, दिल के अरमां आंसुओं में बह गए।
प्यार के रिश्ते अधूरे रह गए, प्यार के रिश्ते अधूरे रह गए, हम वफा करके भी तन्हा रह गए, दिल के अरमां आंसुओं में बह गए, दिल के अरमां आंसुओं में बह गए. ഈ ഫിലിമില് ഒരു ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു നായികയെ സെൻട്രൽ ഇതായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അവരുടെ വേദനകളൊക്കെയാണ് ഈ പാട്ടിനകത്ത് പറയണത്. ദിൽ കെ അരുമാ ആസുവോമേ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ കണ്ണുനീരായിട്ട് ഒലിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് സൽമാഗ പാടിയിട്ടുണ്ട്. ഈ സിനിമ പിന്നീട് കണ്ടാണോ? പിന്നീടാ കണ്ടത് സിനിമ. അപ്പൊ ഇപ്പൊ ഈ ഹിന്ദി പാട്ടുകൾ പാടുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാം ഒന്നും കണ്ടിട്ടില്ല. അല്ല, ഇപ്പൊ നമ്മൾ ഈ സി ഡി ഒക്കെ ഇറങ്ങുമ്പോ മിക്കവാറും എണ്ണത്തിന്റെ CDs ഉണ്ട്, വീഡിയോ CDകളുണ്ട്, അതൊക്കെ കാണും. പിന്നെ ടിവിയിലുള്ള കാണും അല്ലേ, അങ്ങനൊക്കെ. അപ്പം ഈ മലയാളം അധ്യാപികയല്ലേ? അതെ അതെ. അപ്പൊ ഈ ഹിന്ദി പാട്ട് ഇത്രയും സെലക്ട് ചെയ്യുന്ന ഒരാള്, കാരണം ഹിന്ദി പാട്ടിനാണ് കൂടുതൽ താല്പര്യം, പാടുന്നത് കൂടുതലും അത് തന്നെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് എങ്ങനെയാണ് ഈ മലയാള അധ്യാപികയായത്? മലയാളം എനിക്കിഷ്ടമാണ്, വളരെ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല മലയാള സാഹിത്യം എനിക്കിഷ്ടമാണ്. കുറച്ചൊക്കെ എഴുതും. പിന്നെ മാതൃഭൂമിയുടെ ഒരു കഥാമത്സരത്തില് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ മുമ്പാണ്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് മലയാള ഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ മലയാളത്തോടൊരു താല്പര്യം. പാട്ടുകാരനല്ല, പക്ഷെ നന്നായി പ്രോത്സാഹിപ്പിക്കും. ചെറുതായിട്ട് പാട്ടുകളൊക്കെ, ചെറുതായിട്ടല്ല പാട്ടുകളൊക്കെ എഴുതും, കവിതയൊക്കെ എഴുതും. കവിതയാണ് പുള്ളിയുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേരും സ്കൂൾ തന്നെ. സ്കൂളുകാരന്. മകനല്ലേ? ആ, മകനാണ്. മകന് പാട്ടിൽ ടേസ്റ്റ് ഉണ്ടോ? മകന് പാട്ടില് രണ്ടുപേരും ഇങ്ങനെ ആയസ്ഥിതിക്ക് അല്പം വരണമല്ലോ, അല്പസ്വല്പമൊക്കെ വന്നു കൂടണം. പാട്ടില് താല്പര്യം ഇല്ലെന്നല്ല, അവന് പിന്നെ വേഗം അക്തർജിയുടെ പാട്ടുകള് കേട്ടാല് മറ്റുള്ള പാട്ടുകൾ ഇത് ഉമ്മ പാടുന്നല്ലേ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കും. ഇത് പാടിയത് ഉമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും ചിലപ്പോ. പക്ഷെ ബേഗം അക്തറുടെ പാട്ടുകൾ കേൾക്കുമ്പം എന്താണെന്ന് എനിക്കറിയില്ല, അവന് എന്നെ കേട്ടിരിക്കും. ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. മറ്റുള്ള പാട്ടുകൾ ചാടി ഇപ്പോഴത്തെ ഒരു പാട്ടുണ്ടല്ലോ, അങ്ങനത്തെ പാട്ടുകളൊന്നും ഇഷ്ടമല്ലാന്നാണ് തോന്നി. ഇനിയിപ്പൊ അറിയില്ല, 4 വയസ്സല്ലേ ആയുള്ളൂ. അല്ല, ഈ അടിപൊളി ഡപ്പാങ്കൊത്ത് ഇഷ്ടപ്പെടാതിരിക്കുന്നതല്ലാണ്. കുറച്ച് സംഗീതം എന്ന് പറഞ്ഞാൽ മെലഡി വേണമല്ലോ, എല്ലാം വേണം. പക്ഷെ സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അതാണ്. ചേട്ടന്റെ ഒരു പാട്ട് കേട്ടാലോ? ഞാൻ ഈ ഒരു അവസ്ഥയിൽ ശരിയാണ് പാടുന്നത് ശരിയാണെന്ന് എന്റെ ഒരു കോൺഫിഡൻസ് പോയി എന്ന് പറയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ആയിക്കോട്ടെ, ഒരു മലയാളം പാടാം. കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിലെ മോഹൻ സിത്താര സാർ ചെയ്ത നല്ല പാട്ട്. ഏതാ? കുഞ്ഞേ നിനക്ക്. ഓ, വളരെ നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു, കുഞ്ഞേ നിനക്കു വേണ്ടി എങ്ങോ കാത്തു നിൽപ്പു, ഉരുകുന്ന സ്നേഹമോടെ ഇഴി തോർന്ന മോഹം പോലെ നീ വരുമെന്നോർത്തുകൊണ്ട് ദൂരെ ദൂരെ ഒരമ്മ,
യാത്രയാക്കാൻ നിന്റെ കൂടെ പിന്നിലാവായി ഞാൻ വരും, പിന്നിലാവായി ഞാൻ വരും. നിന്റെ വഴിയിൽ പൂവിരിക്കാൻ തെന്നൽ പോലെ ഞാൻ വരും, തെന്നൽ പോലെ ഞാൻ വരും. ഇനി നീ ഒരിക്കൽ തിരികെ വരാനായി നോമ്പു നോക്കുന്നു ഞാൻ. എന്നും നീ പൊന്നും നീ ഇനി പോയി വരൂ. നിനക്ക് വേണ്ടി എന്നോ കാത്തു നിൽക്കൂ. പോയി വരൂ നീ, പോയി വരൂ നീ, തിരികെ എത്താൻ പോയി വരൂ, തിരികെ എത്താൻ പോയി വരൂ. ലോകമെല്ലാം കീഴടങ്ങും സ്നേഹമായി നീ പോയി വരൂ, സ്നേഹമായി നീ പോയി വരൂ. ഇനി ഈ മനസ്സിൽ ഇടനാഴികളിൽ മാഞ്ഞു പോകില്ല നീ. എന്നും നീ പൊന്നും നീ ഇനി പോയി വരൂ. പിന്നെ നിനക്ക് വേണ്ടി എന്നോ കാത്തു നിൽക്കൂ. ഉരുകുന്ന സ്നേഹമോടെ മിഴി തോർന്ന മോഹം പോലെ നീ എന്നു വരുമെന്നോർത്തുകൊണ്ടേ ദൂരെ ദൂരെ ഒരമ്മ കുഞ്ഞെ നിനക്ക് വേണ്ടി എന്നോ കാത്തു നിൽക്കൂ. നന്നായിരുന്നു. വലിയ കുഴപ്പമില്ല. ഇല്ല ഇല്ല. അപ്പൊ അടുത്തത് ഗസൽ പാടുന്നു ഞാൻ പറഞ്ഞു. ഇതുവരെ ഗസൽ ഒന്നും പാടിയില്ലല്ലോ. ഞാനത് മറന്നിരിക്കുകയായിരുന്നു, ചോദിക്കാൻ തുടങ്ങിയത്. ശരി, എനിക്ക് ഗസൽ സിംഗേഴ്സില് ചിത്ര സിംഗ് ജി വളരെ ഇഷ്ടമാണ്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗസലുണ്ട്, ഹർസു ദിഖായി. ഹർസു ദിഖായി ദേത്തി ഹൈ वो जल